നമുക്ക് കടച്ചക്ക വെച്ച് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു കടച്ചക്ക എടുത്തിട്ടുണ്ട്. അധികം മൂക്കാത്ത ഒരു കടച്ചക്ക തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നീളത്തിലരിഞ്ഞ് തോലെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ചെറുതായി കനം കുറച്ചരിഞ്ഞെടുത്തിട്ടുള്ള സവോളയാണ്, ഒരു വലിയൊരു സവോള ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം കളറെല്ലാം മാറി വരുന്നവരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണമെല്ലാം പോകുന്നവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കടച്ചക്ക കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി കഴുകി വാർത്ത് വെച്ചിട്ടുള്ള കടച്ചക്കയാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി അടച്ച് വെച്ച ശേഷം നമുക്കതൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് വേവുന്ന കടച്ചക്കയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം തന്നെ ചേർത്തിട്ടുള്ളൂ. ആവശ്യത്തിന് നോക്കി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി കുറച്ചുകൂടെ ഒന്ന് നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം അത്യാവശ്യം തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കടച്ചക്ക കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.